Hi students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്വേഷൻസ് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യുന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4x മൈനസ് അതായത് സോൾവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നമ്മളോട് 4 ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 3 മൈനസ് 25 ഈക്വൽ ടു എക്സ് പ്ലസ് 8. അപ്പോൾ ഇതാണ് നമ്മുടെ ഈക്വേഷനിൽ ഈക്വൽ എന്ന് പറയുന്നത്. അതിന് ലെഫ്റ്റ് സൈഡിൽ ഇത്രയുണ്ട്, റൈറ്റ് സൈഡിൽ ഇതുമുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് വരുന്ന സമയത്ത് ചെയ്യേണ്ടത് എപ്പോഴും ഈ ബ്രാക്കറ്റിന് പുറത്തുള്ള ഈ ഡിജിറ്റ് കൊണ്ട് ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോന്നും ഇൻറ്റു ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് 4 ഇൻറ്റു എക്സ് 4x അല്ലെങ്കിൽ 4x മൈനസ് ആണല്ലോ ഇവിടെ ചിഹ്നം, മൈനസ് അതുപോലെ തന്നെ ചെയ്തു. അതിനുശേഷം 4 ഇൻറ്റു 2 അപ്പോൾ എത്ര 8 വന്നു. പിന്നെ അടുത്ത ചിഹ്നം എന്ന് പറയുന്നത് പ്ലസ് തന്നെയാണ്. പിന്നെ 5 ഇൻറ്റു എക്സ് 5x മൈനസ് 5 ഇൻറ്റു 3 15 വന്നു. വീണ്ടും മൈനസ് 25 ഇവിടെ വന്നു. ഓക്കെ, ഈക്വൽ ടു നമ്മുടെ എന്താണ് ഈ എക്സ് പ്ലസ് 8 അതേപോലെ എഴുതാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ എക്സുകളെല്ലാം സമത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഈ ഇക്വേഷനിൽ ഏതൊക്കെ എക്സ് ഉള്ളത്? ഒന്ന് 4x ഉണ്ട്, അതെഴുതി. പിന്നെ വരുന്നത് 5x ആണ്, അപ്പോൾ പ്ലസ് 5x എന്ന് എഴുതി. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ എക്സ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സിനെ ഈ സമത്തിൻ്റെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ ഇവിടെ മൈനസ് എക്സ് ആയി. ഈക്വൽ ടു ബാക്കി എല്ലാ ഡിജിറ്റിനെയും നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെയുള്ള ഈ 8 ഓൾറെഡി സമത്തിൻ്റെ റൈറ്റിൽ തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് അത് അതേപോലെ തന്നെ ആ 8 എഴുതി. അതിനുശേഷം ലെഫ്റ്റിലുള്ള ഈ മൈനസ് 8നെ നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുവന്നു, പ്ലസ് 8 ആയി. പിന്നെ വരുന്നത് നമ്മുടെ ഈ മൈനസ് 15 ആണ്, അത് സമത്തിൻ്റെ റൈറ്റിലേക്ക് വരുമ്പം പ്ലസ് 15 ആയി. പിന്നെ നമുക്കുള്ളത് മൈനസ് 25 ആണ്, അത് റൈറ്റിലേക്ക് വന്നപ്പോൾ പ്ലസ് 25 ആയി. ഇപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര എക്സ് വന്നു? 4x പ്ലസ് 5x എന്ന് പറഞ്ഞാൽ എത്ര? 4 പ്ലസ് 5 9x ആണ് വരുന്നത്. അതിൽ നിന്ന് ഈ ഒരു എക്സിനെ മൈനസ് ചെയ്തു. അപ്പോൾ 9x മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എത്രയായി? 9xൽ നിന്ന് ഒരു എക്സ് ലെസ് ചെയ്യുമ്പം അത് 8x ആയി. ഈക്വൽ ടു ഇനി നമ്മളിതെല്ലാം കൂടി ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 56. അപ്പോൾ നമുക്ക് ആ വലിയൊരു ഇക്വേഷൻ നമ്മൾ എങ്ങനെ അതിനെ സിമ്പിളാക്കി കൊണ്ടുവന്ന് നോക്കൂ. 8x ഈക്വൽ ടു 56 എന്ന് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ 8x എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? 8 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ ഇൻറ്റു എപ്പോഴും ഇക്വേഷൻ്റെ റൈറ്റിലേക്ക് വരുമ്പോൾ എന്തായി മാറും? ഡിവിഷനായി മാറും അല്ലേ? അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടതിനെ മാത്രം ഇവിടെ ലെഫ്റ്റിൽ നിർത്തുക. സോ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ 56 അതേപോലെ തന്നെ വയ്ക്കും. ഇവിടുത്തെ 8നെ നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ബൈ 8 ആയിട്ട് മാറും. അപ്പോൾ 56/8 എന്ന് പറയുമ്പോൾ 7ആണ്. ഇങ്ങനെയാണ് ഈ ഒരു വലിയ ഇക്വേഷൻസ് എല്ലാം സോൾവ് ചെയ്യുന്നത്. നമുക്കൊരു മോഡൽ കൂടി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം എപ്പോഴും ബ്രാക്കറ്റിലുള്ളത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മൾ അതിൻ്റെ ആ ചിഹ്നങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇവിടെ വരുന്ന സമയത്ത് എങ്ങനെയാണ്? 8 ഇൻറ്റു വൈ മൈനസ് 3 പ്ലസ് 6 ഇൻറ്റു വൈ പ്ലസ് 8 മൈനസ് 26 ഈക്വൽ ടു വൈ പ്ലസ് 25. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ള കാര്യങ്ങൾ ഉണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ? ഇതിനെ ഓരോന്നും കൊണ്ട് ഇൻറ്റു ചെയ്യാനല്ല. അപ്പോൾ ഫസ്റ്റ് വരുമ്പോൾ 8y മൈനസ് 8 ഇൻറ്റു 3 എത്ര വരും? 24. പിന്നെ വരുന്നത് പ്ലസ് അതേപോലെ തന്നെ 6 ഇൻറ്റു വൈ 6y. പിന്നെ വരുന്നത് 6 ഇൻറ്റു 8 അപ്പോൾ എത്ര വന്നു? പ്ലസ് 48 വന്നു. മൈനസ് 26 അതേപോലെ തന്നെ നമ്മൾ എഴുതി. പിന്നെ വരുന്നതാണ് ഇക്വേഷൻ ഇപ്പുറത്തുള്ള y പ്ലസ് 25, അത് അതേപോലെ തന്നെ എഴുതുക. ഇനി ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇവിടെ എല്ലാം y എന്ന് പറയുന്ന വേരിയബിളാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വൈകളെല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് y ഇവിടെ എഴുതി 8y. ഇനി അടുത്തത് 24, അവിടെ 6y ഉണ്ട്, അപ്പോൾ പ്ലസ് 6y. ഇനി വരുന്ന y എവിടെ? സമത്തിൻ്റെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഈ വൈവിനെയും കൂടി നമുക്ക് എന്ത് ചെയ്യണം? ലെഫ്റ്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ പോസിറ്റീവായിട്ടാണ് y കിടക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് എന്തായി? നെഗറ്റീവ് y ആയിട്ട് മാറി. ഈക്വൽ ടു അപ്പോൾ നമ്മൾ വൈകളെല്ലാം ലെഫ്റ്റിലേക്ക് മാറ്റി. ഇനി ഡിജിറ്റ്സ് എഴുതാം. ഇവിടെ മൈനസ് 24 ആണ്, അത് റൈറ്റിലേക്ക് വരുമ്പോൾ എന്തായി? പ്ലസ് 24 ആയി. റൈറ്റ് സൈഡിലുള്ളത് അതേപോലെ ആദ്യം എഴുതുക. അപ്പോൾ ഇവിടെ നമ്മൾ റൈറ്റിൽ എന്താ 25 ഉണ്ട്, അത് അങ്ങനെ തന്നെ എഴുതി. പിന്നെ ഇവിടുത്തെ മൈനസ് 24 ഇവിടെ പ്ലസ് 24 ആയി. ഇവിടുത്തെ മൈനസ് 26 പ്ലസ് 48 എന്തായി? ഇവിടെ എത്തിയപ്പോൾ മൈനസ് 48 ആയി. ഇനി മൈനസ് 26 ഇവിടെ എത്തിയപ്പോൾ പ്ലസ് 26 ആയി. ഇപ്പോൾ ടോട്ടൽ എത്ര y ഉണ്ട്? 8 മാറും 14 y ഉണ്ട്. മൈനസ് ഒരു വൈനെ നമ്മൾ ലെസ് ചെയ്തു. അപ്പോൾ എന്തായി? 13y ആയി.
ഈക്വൽ ടു, ഇനി ഇത് എങ്ങനെയാണ് ആഡ് ചെയ്യുക? 25ഉം 24ഉം കൂടി ആഡ് ചെയ്യുക, അതിൽ നിന്ന് 48 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിജിറ്റ് ഏതാണോ അതിൻ്റെ അനുസരിച്ചിട്ട് ബാക്കി 26 സെയിം തന്നെയാണെങ്കിൽ, അതായത് ഇവിടെ നമുക്ക് വരുമ്പോൾ എന്താണ് 5 4 9 2 49 മൈനസ് 48. അപ്പം എന്താ 1 വരിക. 1 + 26 എന്ത് വരും? 27 വരും. ഓക്കെ, അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ എങ്ങനെയായി? 13y = 27 എന്ന് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് എന്താ? y ആണ്. സോ y = എന്ത് വരും? 27/13. ഇങ്ങോട്ട് റൈറ്റിലേക്ക് വരുമ്പോൾ /13 ആയി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ടൈപ്പിലുള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു പ്രോബ്ലം കൂടി സ്പീഡിൽ നമുക്കൊന്ന് പറഞ്ഞു പോവാം. ഇവിടെ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്? 6x - 6 × 3 18 പ്ലസ് 10 × x 10x മൈനസ് 10 × 2 20 മൈനസ് 15 അങ്ങനെ തന്നെ എഴുതി. ഈക്വൽ ടു x + 4ഉം സെയിം തന്നെ. അപ്പോൾ ഇവിടെ എക്സിനെല്ലാം ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ 6x എഴുതി, അത് കഴിയുമ്പോൾ പ്ലസ് 10x എഴുതി. പിന്നെ വരുന്നത് ഇവിടുത്തെ x ആണ്, അതിങ്ങോട്ട് വരുമ്പോൾ -x ആയി. വീണ്ടും ഈക്വൽ ടു 2. നമ്പേഴ്സിനെല്ലാം റൈറ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെയുള്ള നമ്പർ ആദ്യം അങ്ങനെ തന്നെ എഴുതുക. പ്ലസ് -18 എന്താവും? +18 ആവും. -20 എന്താവും? +20 ആവും. -15 എന്താവും? +15 ആവും. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 15x ആണ് വരുന്നത്. 15x = എന്തായി? 57 ആയി. സോ x = എന്ന് പറയുമ്പോൾ 57/15 ആയി. ഇങ്ങനെയാണ് ഈ തരത്തിലുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഒന്നും തന്നിട്ടില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. നമ്മൾ ബ്രാക്കറ്റിലുള്ളത് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണോ ആ സ്റ്റെപ്പിലുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. എല്ലാം ഇങ്ങനെ തന്നെയാണ് തന്നത്. അപ്പോഴും സിമ്പിൾ ഫോർമുല തന്നെ അതേപോലെ തന്നെ ഈ എക്സുകളെല്ലാം ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഫസ്റ്റ് 7x എഴുതി. ഇനി x വരുന്നത് എവിടെയാണ്? ഇവിടെ -3x ആണ്. -3x എഴുതി. പിന്നെ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ +6x വരും. അതിനെന്ത് ചെയ്തു? ഇങ്ങോട്ട് കൊണ്ടുവന്നു, -6x ആയി. ഈക്വൽ ടു, സമത്തിൻ്റെ പുറത്തുള്ളത് ആദ്യം റൈറ്റ് സൈഡിലുള്ളത് അതേപോലെ എഴുതുക. 7 അങ്ങോട്ട് എഴുതി. അതിന് ശേഷം ഇവിടുത്തെ -21 എന്തായി? ഇവിടെ +21 ആയി. ഇവിടുത്തെ -19 അതേപോലെ തന്നെ എഴുതുക. കാരണം അതൊക്കെ റൈറ്റിൽ തന്നെയാണ് കിടക്കുന്നത്. റൈറ്റിലുള്ളത് അതേപോലെ എടുത്ത് എഴുതുക, ലെഫ്റ്റിലുള്ളതിനൊക്കെ ചിഹ്നം മാറ്റി എഴുതുക. +13 ഇവിടെ -13 ആയി. അപ്പോൾ നമ്മൾ ഈ 7 നിന്ന് 3 പോയി കഴിഞ്ഞാൽ ബാക്കി 4 ആണ്. 4x - 6x എന്ന് വരും. 4ൽ നിന്ന് 6 പോകുക എന്ന് പറയുമ്പം ചെറുതിൽ നിന്ന് വലുതായതുകൊണ്ട് -2 ആയിട്ടാണ് വരിക. അപ്പോൾ -2x എന്ന് വരും. -2x എന്ന് പറയുന്നത് ഇവിടെ എന്തായി? -4 എന്നാണ് പറയുന്നത്. അപ്പോൾ -4 എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നില്ലെങ്കിൽ നെഗറ്റീവ്സ് എല്ലാം കൂടി ആഡ് ചെയ്യുക, പോസിറ്റീവായി നിന്ന് ലെസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ -4 നെഗറ്റീവാണ് ഏറ്റവും വലുതായി നിൽക്കുന്നത്. കാരണം ഈ 19 19ഉം 13ഉം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പം 32 വരുന്നത്. 21ഉം 7ഉം കൂടി ആഡ് ചെയ്യുമ്പം 28. അപ്പോൾ ബാലൻസ് എത്ര വരിക? 4 വരിക. അപ്പോൾ മൈനസ് ഫിഗർ ആണ് കൂടി നിൽക്കുന്നത്. അപ്പോൾ -4 എന്ന് കൊടുക്കാം. അപ്പോൾ -2x ആണ് -4 എന്ന് പറയുന്നത്. സോ x എന്ന് പറയുന്നത് എന്താ? -4 / 2 ആയിട്ടാണ് വരിക. -2 ആയിട്ടാണ് വരിക. അപ്പോൾ എത്ര വന്നു? 2 ആണ് ആൻസർ എന്നുള്ളത് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. കാരണം നമ്മൾ മുന്നേ ചെയ്ത ആ ഒരു കാര്യത്തിൽ നമുക്ക് ബ്രാക്കറ്റിന് പുറത്തുള്ളത് കൊണ്ട് ഇൻറ്റു ചെയ്തിട്ടാണ് ഈ ഒരു ഫോമിലേക്ക് തന്നിരിക്കുന്നത്. ഇവിടെ ഡയറക്റ്റേ ഇങ്ങനെ ഒരു ഫോം തന്നിട്ടുണ്ട്. ബാക്കി പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇങ്ങനെ 2 എണ്ണം ബ്രാക്കറ്റിൽ തരികയാണെങ്കിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത്, x + 1 × 2x + 1 = x + 3 × 2x + 3 - 14 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ അതേപോലെ തന്നെ ചെയ്യുക. x × x x² x² + x + 2x + 1 = 2x². ഇവിടെ 2x × x വരുമ്പോൾ 2x² + 3 × x 3x. പിന്നെ വരുന്നത് 6 × 3 × 2 6x + 3 × 3 9 -14. ഇങ്ങനെ നമ്മൾ ഇക്വേഷൻ ഈ ഒരു ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് -6x ആണ് വരുന്നത്. -6x = എന്ത് വരും? ഇത് സോൾവ് ചെയ്യും. അപ്പോൾ ഈ എക്സുകളെല്ലാം ഒരേ ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ മാത്രമാണ് ഈ എക്സിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് -6x = -6 ആണ് വരുന്നത്. അപ്പോൾ -6ലേക്ക് വരുമ്പോൾ ഡിജിറ്റ് മാത്രം നോട്ട് ചെയ്യാം. 9 6ഉം 14 ഡിഫറൻസ് വരുന്നത് -6. കാരണം 14 മൈനസ് ഫിഗർ ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ -6 ആണ്. സോ ഇവിടെയും നമുക്കിതുപോലെ ചെയ്യുമ്പോൾ -6x. സോ x = എന്ത് വരും? -6/-6, ദാറ്റ് ഈസ് 1. x എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ആ ഒരു മെത്തേഡ് എപ്പോഴും സെയിം തന്നെയാണ്. എങ്ങനെയാണ് അതിനെ സിംപ്ലിഫൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാകും.
അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ വന്ന ഈ ക്വസ്റ്റ്യനും. നമുക്ക് ഡിജിറ്റ് പുറത്തുണ്ടെങ്കിൽ ഓരോ സംഖ്യേനെയും ഇൻറ്റു ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. 5 ഇൻറ്റു 1 5 മൈനസ് 5 ഇൻറ്റു 2 10x പ്ലസ് 2 ഇൻറ്റു 3 6. പിന്നെ വീണ്ടും മൈനസ് എഴുതുക. 2 ഇൻറ്റു എക്സ് മൈനസ് 2x ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് 3x പ്ലസ് 3 ഇൻറ്റു 4 പ്ലസ് 12 പ്ലസ് 14. ഇനി നമുക്ക് എക്സുകളെല്ലാം ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് മൈനസ് 10x ഓൾറെഡി ഇവിടെ തന്നെയാണ്, അതങ്ങനെ തന്നെ എഴുതി. പിന്നെ മൈനസ് 2x അതങ്ങനെ തന്നെ എഴുതി. പിന്നുള്ള എക്സ് ഇവിടെ ഉള്ളതാണ്, അതിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് 3x ആയി മാറി. പിന്നെ ഡിജിറ്റ് എല്ലാം സെയിം അതേപോലെ എഴുതുക. 12 പ്ലസ് 14 എഴുതുക. ഇനി ഇവിടുത്തെ ഡിജിറ്റിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവിടുത്തെ 5 എന്തായി മാറും? മൈനസ് 5 ആയി മാറും. ഇവിടുത്തെ പ്ലസ് 6 എന്തായി മാറും? മൈനസ് 6 ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ സോൾവ് ചെയ്യുന്നത് എത്രയാണ്? മൈനസ് 15x ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് 2 പ്ലസ് 3 5 5 പ്ലസ് 10 15x. അപ്പോൾ മൈനസ് എല്ലാം മൈനസ് ഫിഗർ ആയതുകൊണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ മൈനസ് 15x കിട്ടും. ഈക്വൽ ടു ഇവിടെയും അത് എന്താ വരിക? 12 14 26 വരും. 26 11 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 15 വരും. എക്സ് ഈക്വൽ ടു എന്ത് വരുന്നു? 15 ബൈ മൈനസ് 50. അപ്പോൾ മൈനസ് 1 ആണ് ആൻസർ വരിക. ഇനി ലാസ്റ്റ് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കൂടി നോക്കാം. 3x ഇൻറ്റു 25 27 ഇൻറ്റു 5. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് 3x ഇൻറ്റു 20. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈക്വേഷന് ലെഫ്റ്റും റൈറ്റും ഓരോന്നേ ഉള്ളൂ. 3x ഇൻറ്റു 25 ഉണ്ട്, 27 ഇൻറ്റു 5 ഉണ്ട്. അപ്പോൾ ഇവിടെ എഴുതുക 3x ഇൻറ്റു 25 ഈക്വൽ ടു എന്ത് വരും? 27 ഇൻറ്റു 5 എത്രയാണ്? 135 വരും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് മാറിയിട്ട് അപ്പോൾ 3xനെ മാത്രം ലെഫ്റ്റിൽ നിർത്തുക. അപ്പോൾ അങ്ങനെ നിർത്തുമ്പോൾ 3x ഈക്വൽ ടു എന്ത് വരും? 135 ഡിവൈഡഡ് ബൈ 25 വരും. അപ്പോൾ 3x എന്ന് പറയുന്നത് എത്രയാണ്? ഇത് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് 54 എന്ന് പറയുന്നത്. സോ x ഈക്വൽ ടു എന്ത് വരും? 54 ബൈ 3 എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 18. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ തരത്തിലുള്ള ഇക്വേഷൻസ് എല്ലാം സോൾവ് ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നോക്കണേ. ഓക്കെ, താങ്ക്